ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. മത്തിക്കായലിൽ നിറഞ്ഞ ചണ്ടിയും കുളവാഴയും ചീഞ്ഞളിഞ്ഞതോടെ ദുർഗന്ധം സഹിക്കവയ്യാതെ പ്രദേശവാസികൾ ദുരിതത്തിൽ. ചാവക്കാട് നഗരസഭയിലൂടെയും കടപ്പുറം പഞ്ചായത്തിലൂടെയും കടന്നുപോകുന്ന മത്തിക്കായലിലാണ് കുളവാഴയും ചണ്ടിയും നിറഞ്ഞത്. ചണ്ടി ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം സഹിക്കവയ്യാതെ ബുദ്ധിമുട്ടിലാണ് തങ്ങളെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ഒഴുക്ക് നിലച്ചതും പ്രശ്നത്തിന് പ്രധാന കാരണമാണെന്ന് പ്രദേശവാസിയായ സുമേഷ് പൂന്തിരുത്തി പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ നീന്ത് കുളിക്കെല്ലാം ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഈ പുഴയിലൂടെ കെട്ട് വന്ന് പാലങ്ങൾ വന്നതോടുകൂടി ഒഴുക്കിൻ്റെ ഇത് കുറഞ്ഞപ്പോഴാണ്, സ്രോതസ് കുറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആയത്. പിന്നെ വടക്കുന്നുള്ള കച്ചറ വെള്ളം ഇതൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കെട്ടിക്കിടക്കും. പിന്നെ ഞങ്ങൾക്ക് രാത്രിയിൽ കിടക്കാൻ പറ്റില്ല. കൊതുവിൻ്റെ ശല്യം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭയങ്കര മണമാണ്, ചെളി മണം. നമുക്ക് താമസിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതുമൂലം മേഖലയിൽ പകർച്ചവ്യാധി ഭീഷണിയുണ്ട്. കുളവാഴയും ചണ്ടിയും ചീഞ്ഞളിഞ്ഞതോടെ കായലിൽ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളും പ്രതിസന്ധിയിലായി. കായലിൽ ഇപ്പോൾ ചെറുവഞ്ചികൾ പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മത്തിക്കായൽ ഒരു കാലത്ത് പ്രദേശവാസികൾ കുളിക്കാനും അലക്കാനും മത്സ്യബന്ധനത്തിനുമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ കായലിലേക്ക് മലിനജലവും മാലിന്യവും ഒഴുകിയെത്തിയതോടെ കായലിലേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയായി. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കടപ്പുറം പഞ്ചായത്ത് നിവാസികൾ കർമ്മസമിതി രൂപവൽക്കരിച്ച് കായലിൽ നിന്ന് ചെളിയും മാലിന്യങ്ങളും നീക്കി വൃത്തിയാക്കിയിരുന്നു. നാട്ടുകാർ സ്വന്തമായി ഫണ്ട് സ്വരൂപിച്ചാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മത്തിക്കായലിനെ അന്ന് വീണ്ടെടുത്തത്. എന്നാൽ നാട്ടുകാർ നടത്തിയ ഈ ശുചീകരണം തുടരാൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല. ഇതോടെ കായൽ കുളവാഴയും ചണ്ടിയും നിറഞ്ഞ് വീണ്ടും പഴയപടിയായി മാറുകയായിരുന്നു. മത്തിക്കായലിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതെ, ഒരു 4-5 കൊല്ലം മുന്നേ ഈ സൈഡൊക്കെ ഇതുപോലെ JCB കൊടുത്തിട്ട് മാടലും വൃത്തിയാക്കലൊക്കെ ഉണ്ടായി, എല്ലാവരും പഞ്ചായത്തും നാട്ടുകാരൊക്കെ കൂടിയിട്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ആരും ശ്രദ്ധിക്കാറില്ല. ഈ കച്ചറകളൊക്കെ കൊടുന്നിടലും, പിന്നെ അതുപോലെ തന്നെ തെക്കേ ഭാഗത്ത് ഫോക്കസിൻ്റെ കിഴക്കേ ഭാഗത്ത് അവിടെ ഒരു കെട്ട് കെട്ടാറുണ്ട്. മാംസായുവിൻ്റെ വീടെന്ന് പറയും. ആ ഭാഗത്ത് കെട്ട് പൊട്ടിച്ചിട്ട് മീൻപിടുത്തക്കാർ പൊട്ടിക്കണമെന്നാണ് പറയണത്. അങ്ങനെ ഉപ്പ് കയറിയിട്ടാണത്. ഉപ്പ് കയറിയിട്ട് പിന്നെ രാത്രിയിലാന്ന് വെച്ചാൽ കംപ്ലീറ്റ് കൊതുവും പിന്നെ ദുർഗന്ധം, ഭയങ്കര ദുർഗന്ധമാണ്. രാത്രിയിൽ വീട്ടിൻ്റെ അകത്തേക്കൊക്കെ മണം വരും. പരിഹാരം ചെയ്യണം. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.